നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിലെ ന്യൂസിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചിട്ടാണ്. ഇത് എല്ലാ വർഷവും നമ്മൾ കാണുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കേരളത്തിൽ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് കിക്ക് ഓഫ് ചെയ്യും. പിന്നെ നമ്മൾ കാണുന്നത് ഇത് പതുക്കെ ഫെയ്ഡായിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ അടുത്ത വർഷം വീണ്ടും ഈ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ട് വരികയാണ്. ഈ വർഷം പക്ഷേ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടെ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയൊരു കോൺസെപ്റ്റ് ഞാൻ കേൾക്കാനിടയായി. അതായത് ഗൂഗിൾ മാപ്സ് വഴി നോക്കുമ്പോഴത്തേക്കും മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു വളവുണ്ട് അല്ലെങ്കിൽ ഒരു ഒടിവുണ്ട് എന്ന് ചില സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ ചില ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ കണ്ടു. അപ്പോഴത്തേക്കും നമ്മൾ ഈ സർക്കാർ ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്ത് പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവരാവകാശമൊക്കെ കൊടുത്ത് അത് കിട്ടി വരുമ്പോഴത്തേക്കും മെനക്കേണം. പക്ഷേ ഈ ഗൂഗിൾ പോലത്തെ ഉള്ളൊരു സാധനം ആർക്ക് വേണോ എപ്പോൾ വേണോ ഒരു 2 സെക്കൻഡിൽ കയറി ആക്സസ് ചെയ്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂരിയസ് ആയിട്ട് ഞാനും ഇത് തന്നെയാണ് ചെയ്തത്. ഞാനും ഒന്ന് കയറി നോക്കി ഇതെന്താ പരിപാടി എന്നൊന്നും അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ നമ്മൾ ഗൂഗിൾ സാറ്റലൈറ്റ് വ്യൂ എടുക്കുമ്പോഴത്തേക്കും ശരിയാണ് ഈ പറഞ്ഞതിൽ നമുക്ക് ചെറിയൊരു വാസ്തവമുണ്ട്. ഗൂഗിൾ മാപ്സ് വഴി നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു ബെൻഡ് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയൊരു വളവ് പോലെ ഡാമിൻ്റെ ഇമേജിൽ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, നമുക്കിത് പക്ഷേ ഇതൊന്ന് വാലിഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. കാര്യം ഗൂഗിൾ മാത്രമല്ല നമുക്ക് സാറ്റലൈറ്റ് മാപ്പ് ഇമേജസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വേറെയും സർവീസസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്വാഭാവികമായും വേറെ മാപ്പ് സർവീസസിലേക്ക് ഒന്ന് കയറി നോക്കി. അപ്പോൾ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ആപ്പിൾ മാപ്സ് ആണ്. അപ്പോൾ നമുക്കിതിൽ ആപ്പിൾ മാപ്സിലൊന്ന് ജസ്റ്റ് കയറി നോക്കാം. മുല്ലപ്പെരിയാർ ഡാം, അപ്പോൾ ഈ കാണുന്നത് ആപ്പിൾ മാപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗൂഗിൾ മാപ്സിൽ കണ്ടതുപോലെ ഉള്ള ഒരു ഒടിവ് ഇതിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇതേപോലെ ആയിരുന്നു കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്സും കണ്ടത്. ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് മോർ ഓർ ലെസ് സ്ട്രെയിറ്റ്. ഓക്കെ, ഐ മീൻ മറ്റേ ഷാർപ്പായിട്ടുള്ള ഒരു ബെൻഡ് എനിക്കിതിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഗൂഗിൾ മാപ്സിൽ നമുക്ക് നോക്കാം എവിടെയായിട്ടാണ് ഈ ബെൻഡ് വന്നിട്ടുള്ളതെന്ന്. ഗൂഗിൾ മാപ്സിൽ ഇതാ കണ്ടോ, ഏകദേശം ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റിൽ നിന്നുള്ള 1, 2 ഈ രണ്ടാമത്തെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ കഴിഞ്ഞ ഉടനെയാണ് ഈ ഒരു ബെൻഡ് നമ്മൾ ഇങ്ങനെ ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ആപ്പിൾ മാപ്സിലാണെങ്കിൽ 1, 2 ഇവിടെ നമ്മൾ ആ ഒരു ബെൻഡ് കാണുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. സോ ആപ്പിൾ മാപ്സിൽ എന്തായാലും ഈ ഒരു ബെൻഡ് വിസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത് ലേറ്റസ്റ്റ് മാപ്പ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ നമുക്ക് ഇനിയും സർവീസസ് ഉണ്ട്, ആപ്പിൾ മാപ്പ് മാത്രമല്ല. ഞാൻ പിന്നെ നോക്കിയത് ബിങ് മാപ്സ്. ഓക്കെ, ഇത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ബിങ് മാപ്സിൽ കയറിയിട്ട് നമുക്ക് ഇതൊന്ന് തപ്പി നോക്കാം. മുല്ലപ്പെരിയാർ, ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ഒന്ന് എടുത്ത് നോക്കാം. സൂം ചെയ്യാം. നമ്മൾ ബിങ് മാപ്സിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടെയും ആ ഒരു ബെൻഡ് നമ്മൾ ഗൂഗിളിൽ കണ്ടതുപോലെ ആ ഒരു ഈ സെക്കൻഡ് സ്ട്രക്ചറിൻ്റെ അടുത്തായിട്ട് കണ്ടതുപോലെ ഉള്ള ഒരു ബെൻഡ് നമ്മളിവിടെ കാണുന്നില്ല. ഗൂഗിൾ മാപ്സ് ഒന്നും കൂടെ എടുത്ത് നോക്കാം. അല്ല, ഇത് ഗൂഗിളിൽ ഭയങ്കര എവിഡൻ്റാണ് ആ ഒരു ബെൻഡ്. നമുക്ക് കൂടുതൽ ഫോക്കസ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആ ഒരു വളവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ബിങ്ങിൽ കയറി നോക്കുമ്പോഴത്തേക്കും ഉണ്ട് എവറിത്തിങ് ഈസ് പ്രോപ്പർ. ഓക്കെ, ഈ ബിങ് മാപ്സും എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിലും നമ്മൾ ആ ഒരു ബെൻഡ് കാണുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നും കൂടെ ക്രോസ് ചെയ്യാം. നമുക്ക് ഒരു സർവീസിലും കൂടെ കയറി നോക്കാം, അതായത് മാപ്പ് ക്വസ്റ്റ്. ഓക്കെ, ഇവരും നമുക്ക് സാറ്റലൈറ്റ് ഇമേജറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ കാണുന്നത് മുല്ലപ്പെരിയാർ റിസർവോയറാണ്. അപ്പോൾ ഇതിൽ ഡാം ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേക്കും ഈ സെക്കൻഡ് സ്ട്രക്ചറിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ ഗൂഗിളിൽ കാണുന്ന പോലെ നമ്മളങ്ങനെ ഒരു ബെൻഡ് കാണുന്നില്ല. കുറച്ചും കൂടി സൂം ഔട്ട് ചെയ്യാം. നമുക്കങ്ങനെ ഒരു ബെൻഡ് കാണാൻ പറ്റുന്നില്ല. നമുക്കിതിപ്പോൾ ഗൂഗിളുമായിട്ട് ഉള്ള ഇമേജുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഈ ഗൂഗിളിൻ്റെ ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബെൻഡാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ മാപ്പ് ക്വസ്റ്റിൻ്റെ ഇതിൽ ഇത് കാണുന്നില്ല. അതേപോലെ ബിങ് മാപ്സിൽ നമ്മൾ ഈ ഒരു ബെൻഡ് കാണുന്നില്ല. അതേപോലെ ആപ്പിൾ മാപ്സിലും ആ ഒരു ഷാർപ്പ് ബെൻഡ് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതായത് ഈ ഞാൻ പറഞ്ഞ ഈ ഒരു സ്ട്രക്ചറില്ലേ, ഈ ബെൻഡിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന ആ സ്ട്രക്ചർ നമ്മളൊന്ന് ക്ലോസ്ലി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് സ്ട്രെച്ച് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പം നമ്മൾ ആപ്പിൾ മാപ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഇതേ സ്ട്രക്ചറാണ് നമ്മൾ നേരത്തെ കണ്ടേ, ആ രണ്ടാമത്തെ സ്ട്രക്ചർ. ഇതിൻ്റെ ഒരു റൂഫ് എന്താണെന്ന് എനിക്കറിയത്തില്ല അത് അവിടെ ഉള്ളത്. പക്ഷേ അതൊരു പെർഫെക്റ്റ് ഒരു സ്ക്വയർ പോലെയാണ് നമുക്കിത് കാണുന്നത്. ഓക്കെ, ഈ ഒരു ഇമേജിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഗൂഗിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഇതൊരു ആംഗിളിലാണ് ഇത് ഗൂഗിൾ ഈ ഇമേജ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം എവിഡൻ്റ് ആണ്. ഇതൊരു ഡിഫറെൻ്റ് ആംഗിളിൽ നിന്നാണ് ഈ ക്യാമറ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ വന്നാലും ഈ ഒരു ആംഗിളിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഗൂഗിൾ ഇമേജ് ഒരു ആംഗിളിലാണ് ക്യാപ്ചർ ചെയ്തെങ്കിലും ഇത്രയും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ അത് ഇങ്ങനെ സ്ട്രെച്ചായി വരും. എസ്പെഷ്യലി നമ്മൾ ഈ കാണുന്ന ഈ ബെൻഡ് വരുന്ന അതേ സ്ഥലത്ത് തന്നെ കണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ടൊരു പ്രൊജക്റ്റ് ചെയ്ത് സ്ട്രെച്ചായി നിൽക്കുകയാണ്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും ഇത് ഈ ഇമേജിൻ്റെ പ്രോസസ്സിങ്ങിൽ സംഭവിച്ച എന്തോ ഒരു തകരാറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കാണുന്നതിലും ഭയങ്കരമായിട്ട് ഇത് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് ഈ ഒരു ഷേപ്പ് തന്നെ മാറിയിരിക്കുന്നു ഈ ഒരു സ്ട്രക്ചറിൻ്റെ, നമ്മളിത് ആപ്പിൾ മാപ്സുമായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഇതും ഒരു കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ 4 സോഴ്സിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത മാപ്സിൽ ഗൂഗിളിൽ മാത്രമാണ് ഈ ഒരു ബെൻഡ് എന്നുള്ള ഒരു ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ സാറ്റലൈറ്റ് ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ ഇമേജ് അവർ എടുക്കുകയല്ല. ഓക്കെ, ഇവർ പല കോർഡിനേറ്റ്സിൽ നിന്നുള്ള ഇമേജസ് എടുത്തിട്ട് ഇത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അവരുടെ അതിനുള്ള ആൽഗോറിതംസ് ഉണ്ട്. അത് മാനുവലായിട്ട് ചെയ്യുന്നതല്ല, അവരുടെ ആൽഗോറിതംസ് കോർഡിനേറ്റ്സ് അല്ല, ഒരു സ്ഥലത്തിൻ്റെ കോർഡിനേറ്റ്സ് വെച്ചിട്ട് അവരത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്താണ് ഒരു സിംഗിൾ ഇമേജ് ആക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നത് മിക്കവാറും നമ്മുടെ ഈ ഗൂഗിളിൻ്റെ ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഇത് മിക്കവാറും ആ ഒരു ഇമേജ് സ്റ്റിച്ചിങ്ങിൽ വന്ന പ്രശ്നമാവാം. ചിലപ്പം അറിയില്ല, ചിലപ്പോൾ ഈ ഒരു 2 ഇമേജസ് ചേരുന്ന ഒരു സ്ഥലം ചിലപ്പോൾ ഇതായിരുന്നിരിക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ബെൻഡ് കാണുന്നില്ലേ, ഈ ഒരു ബെൻഡ് എന്ന് കാണുന്ന സ്ഥലം മേ ബി 2 ഇമേജസിൻ്റെ ഒരു ബോർഡർ ലൈൻ ആയിരിക്കും. അത് ഈ ആൽഗോരിതം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്കും വന്ന ആ ഒരു പ്രിസിഷൻ്റെ ഒരു പ്രശ്നം കാരണം വന്ന ഒരു ഡിസ്റ്റോർഷൻ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബെൻഡ് ഉണ്ടെങ്കിൽ ഇത് ഓബ്വിയസ്ലി ഒരു മാപ്പ് പ്രൊവൈഡറിൽ മാത്രം വിസിബിൾ ആയിരിക്കത്തില്ലല്ലോ, കാരണം ബാക്കി എല്ലാവർക്കും അത് കിട്ടേണ്ടതാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതങ്ങനെ വന്നതായിരിക്കും. കാരണം നമ്മളിപ്പോൾ വേറെയും ചിലയിടത്ത് ഞാൻ കണ്ടു ഇങ്ങനെ ഈ റൺവേ ഇങ്ങനെ ബെൻഡായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഈ മാപ്സിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ അതിൽ പല ഫാക്ടേഴ്സ് വരാം. ഞാൻ ഈ ഒരു വീഡിയോ, ഈ ഗൂഗിൾ മാപ്സ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്യാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കഷൻസ് ഇത് ബേസ് ചെയ്ത് ഇതൊരു എവിഡൻസ് ആയിട്ട് വെച്ചിട്ട് നടക്കുന്നത് ഞാൻ ചില ഓൺലൈൻ മീഡിയാസിലൊക്കെ ഞാൻ കണ്ടു. ഇത് കണ്ടിട്ട് ഡാം ഒടിഞ്ഞു ഇപ്പം വീഴും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഈ പല സോഴ്സസിനും ഇത് പല തരത്തിൽ കിടക്കുന്നത് കൊണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ 4 നോക്കിയാൽ ഒരെണ്ണത്തിൽ ഗൂഗിളിൽ മാത്രമാണ് ഈ ഒടിവ് കാണുന്നത്, ബാക്കി 3 സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഇതൊരു കൊൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഒരു ഡിബേറ്റിനോ അല്ലെങ്കിൽ കോർട്ടിലോ പോകാൻ പറ്റില്ല. ഓക്കെ, കാര്യം ഞാനിത് എടുത്ത് പറയേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ഇമേജും കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൗണ്ടർ ആർഗ്യുമെൻറ്റ് വരാൻ പോകുന്നത് ബാക്കിയുള്ള മാപ്സ്, ഇപ്പോൾ ഞാൻ കാണിച്ച പോലത്തെ ബിങ് മാപ്സ് അല്ലെങ്കിൽ ആപ്പിൾ മാപ്സ് വെച്ചിട്ട് ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് വരാൻ ഇതിൽ ഒന്നും കാണുന്നില്ല. ഓക്കെ, അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാദം ഉന്നയിക്കാൻ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇങ്ങനെയുള്ള എവിഡൻസ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സൈഡ് വീക്കൻ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതായത് ഇത് നമ്മൾ കൂടുതൽ റിലൈ ചെയ്യാതിരിക്കുക എന്നുള്ളത്.
ഇതിലിപ്പം കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളിനോട് റിക്വസ്റ്റ് ചെയ്യാം. അതായത് ഈ ഇമേജിൻ്റെ വാലിഡിറ്റി ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാൻ പറയാം. ഓക്കെ, അതായത് അവരുടെ ഇവരുടെ സാറ്റലൈറ്റ്സ് പീരിയോഡിക്കലി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് നിങ്ങൾ നോക്കിയാൽ ചിലപ്പം ഗൂഗിളിൽ കാണും. ചിലപ്പം ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വസ്തുവിൽ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് നിങ്ങൾ അതേ ലൊക്കേഷൻ കയറി നോക്കുമ്പോൾ അവിടെ ഒരു വീട് പണിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. കാരണം അത് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഇമേജസ് ആണ്. അപ്പം ഇതേപോലത്തെ ഉള്ളൊരു സെൻസിറ്റീവ് ഏരിയ, ഇങ്ങനെയുള്ളൊരു ഡിസ്കഷൻ ടോപ്പിക് കൂടെ നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗൂഗിളിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ മൈറ്റ് സ്പെസിഫിക്കലി ലുക്ക് ഇൻ ടു ദിസ് ഇമേജ് ആൻഡ് ട്രൈ ടു കറക്റ്റ് ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് റോങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമേ നമുക്കിതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് വച്ചിട്ടുള്ളൊരു ഡിസ്കഷൻ പോയിൻറ്റ് ഒരു വാലിഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും കൊണ്ട് നമ്മളൊരു സീരിയസ് ഡിബേറ്റിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ഞാൻ കാണിച്ചു തന്ന ബാക്കി മാപ്സിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യാതിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഹോപ്പ് ചെയ്യാം എത്രയും പെട്ടെന്ന് ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ 2 സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻറ്ററും കൂടെ ഒരുമിച്ച് ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ഈ വാട്ടർ പിടിച്ചു വയ്ക്കാൻ കേരളത്തിന് താല്പര്യമില്ല. ഈ വാട്ടർ അങ്ങോട്ട് തന്നെ പോകണം. ആക്ച്വലി ഇപ്പോൾ ഉള്ളതിന് കൂടുതൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു സ്റ്റാൻഡെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കേരളത്തിലെ ജനങ്ങൾക്കും ഒരു വിരോധവും ഇല്ല ഇത്രയും വാട്ടർ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂമൻ റൈറ്റ്. ഒരാൾക്ക് സേഫ്റ്റി വേണം എന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ചില ടോക്സിലൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടു, ഈ ഡാം ടച്ച് വുഡ് ഓക്കെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം എല്ലാം കൂടെ പോയി ഇടുക്കി ഡാം വിൽ ബി ഏബിൾ ടു ബാലൻസ് ഇറ്റ്, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്ത് പിടിച്ച് നിർത്താൻ പറ്റും എന്നൊരു പറച്ചിലുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഗൂഗിളിൽ തന്നെ എടുത്ത് നോക്കിക്കോളൂ, ഈ ഡാമിൻ്റെയും ഇടുക്കി ഡാമിൻ്റെയും ഇടയ്ക്ക് അത്യാവശ്യം വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ച് അധികം ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് മുല്ലപ്പെരിയാർ ഡാം, ഇവിടെയാണ് ഇടുക്കി റിസർവോയർ. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഈ വെള്ളം പോകുന്ന ഇത്രയും സ്ഥലങ്ങൾ ഇതിൽ താമസിക്കുന്ന ആൾക്കാരെക്കുറിച്ച് എന്താണ് ഒന്നും പറയാത്തതെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് ഒരു വിലയുണ്ടല്ലോ. ഓക്കെ, ഇടുക്കി ഡാമിൽ പോയി അത് ബാലൻസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചെയ്യുമായിരിക്കാം, എനിക്കറിയത്തില്ല, എനിക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് അറിയത്തില്ല. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കും സേഫ്റ്റി വേണമല്ലോ. സോ അതൊരു വാലിഡ് ആർഗ്യുമെൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനാകട്ടെ എന്തെങ്കിലും വിച്ച് ഈസ് ലൈക്ക് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ളൊരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അതേസമയം ഈ ഗൂഗിൾ മാപ്സ് വെച്ചിട്ടുള്ള ഡിസ്കഷൻസും നമ്മൾ അധികം കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ വേറെ പ്രൊവൈഡേഴ്സിൻ്റെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ബെൻഡ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അല്ലെങ്കിൽ ഇത് നേരിട്ട് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, കാരണം നമുക്ക് ഒരു കോമൺ മാൻ എൻ്റെ അറിവ് പ്രകാരം അങ്ങോട്ട് എൻട്രി ഇല്ല എന്നാണ്. ഇത് നേരിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദെൻ അല്ലെങ്കിൽ അതിൻ്റെ ഇമേജസ് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ലൈക്ക് വാലിഡ് എവിഡൻസ്. ഓക്കെ, അപ്പം ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നോക്കി ഇതൊരു സോളിഡ് ആർഗ്യുമെൻ്റായിട്ട് ചിലവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്കത് കുറച്ചൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിലെ ഇൻഫോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു, ബൈ.